നമ്മളിൽ പലരും ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരുമാണ്, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട പല വെബ്സൈറ്റുകളും നമുക്കറിയാം. എന്നാൽ ഇന്നിവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ യൂസ് ചെയ്യേണ്ട 2 വെബ്സൈറ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ സംസാരിച്ച് ഈ ഒരു വീഡിയോ വലുതാക്കുന്നില്ല. എൻ്റെ പേര് അഖിൽജൻ. നമുക്കുടനെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 2 വെബ്സൈറ്റ് നമുക്കിന്ന് പരിചയപ്പെടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഫോറക്സ് ഫാക്ടറി. അപ്പോൾ അതിനായി നിങ്ങൾ ഒരു ടാബിൽ പോയിട്ട് forexfactory.com എന്ന് സെർച്ച് ചെയ്യുക. forexfactory.com. അത് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും, ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. 2024 ഇന്നത്തെ ദിവസമായത് 2024 മെയ് 20 കണ്ടോ. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് അപ്ലൈ സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇന്നേ ദിവസം വരുന്ന ന്യൂസുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഈ ന്യൂസുകൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാർക്കറ്റിൽ ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന കറൻസി ബേസ്ഡ് വരുന്ന എല്ലാ ന്യൂസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ കറൻസിയുടെയും ന്യൂസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കറൻസിയുടെ ന്യൂസുകൾ, ബാക്കി അപ്ഡേറ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, ഇതെല്ലാം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് USDയുടെ ന്യൂസ് രാവിലെ 1 മണിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ USDയുടെ മൈനർ ന്യൂസുകളും കാര്യങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ ഒരു ഫോറക്സ് ഫാക്ടറി യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇമ്പാക്റ്റ് എന്നൊരു ഓപ്ഷനിൽ ഇവിടെ കണ്ടോ, പല പല കളറിലുള്ള ഒരു ഐക്കൺ. അപ്പോൾ ഈ ഒരു ഐക്കൺ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ യെല്ലോ കളർ ആണ് വരുന്നതെങ്കിൽ, യെല്ലോ കളർ ഐക്കണാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിനർത്ഥം ആ ഒരു ന്യൂസ് നമുക്ക് അധികം ഇമ്പാക്റ്റ് ആ ഒരു കറൻസിയിൽ ഉണ്ടാക്കില്ല. ഒരു മൈനർ ഇമ്പാക്റ്റ് മാത്രമേ അവിടെ സംഭവിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഓറഞ്ച് ആണെങ്കിൽ അവിടെ ഒരു മീഡിയം ഇമ്പാക്റ്റ് ആയിരിക്കും സംഭവിക്കുന്നത്, എന്നാലും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഈ ഗ്രേ ആണെങ്കിൽ അന്ന് ബാങ്ക് ഹോളിഡേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോളിഡേ ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ നമുക്കിനി മേജറായിട്ട് അറിയാനുള്ളൊരു കാര്യം, ഒരു കളറും കൂടെ ഇവിടെ വരും. അത് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് പോയി നോക്കാം. അതെ, നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റെഡ് കളർ കാണാൻ സാധിക്കുന്നു. ഇതാണ് നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മേജർ ന്യൂസ് എല്ലാം വരുന്നത് ഈ ഒരു റെഡ് കളറിലായിരിക്കും. ഈ ഒരു റെഡ് കളറിലായിരിക്കും മേജർ ന്യൂസ് എല്ലാം വരുന്നത്. ഇതിപ്പോൾ നമുക്ക് വന്നേക്കുന്ന കാനഡിയൻ ഡോളർ CADയുടെ CPI ന്യൂസാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ മറ്റ് ന്യൂസുകളും എല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു ന്യൂസുകളാണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ XAUUSD ഗോൾഡിൻ്റെ ചാർട്ട് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരു 5 മിനിറ്റിൽ തന്നെ 10, 20, 30 പോയിന്റുകൾ മാറുന്നത്, $30 മാറുന്നത്. അത് മാറാൻ കാരണം ഇതാണ്. അതായത് ഈ ഒരു ന്യൂസ് വരുമ്പോഴാണ്, USDയിൽ ഇതേപോലത്തെ മേജർ ന്യൂസ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നും കൂടെ പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു USDയുടെ ന്യൂസിൽ നമുക്കിതിൽ ഇത് ഓൾറെഡി ഉള്ള ന്യൂസുകളാണ്, നമുക്ക് വന്ന ന്യൂസുകൾ നോക്കാം ഓൾറെഡി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലാസ്റ്റ് 17 ഫ്രൈഡേയിലേക്ക് പോകുമ്പോൾ അപ്ലൈ സെറ്റിങ്സ് കൊടുക്കുക. മേജർ ന്യൂസ് ഒന്നുമില്ല, നമുക്ക് മേജർ ന്യൂസ് ഉള്ളൊരു ദിവസം തന്നെ നോക്കാം. അത് ഓക്കെ. അപ്പോൾ നമുക്ക് 16 മെയ്യിൽ ഒരു മേജർ ന്യൂസ് കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട്. അപ്പോൾ 6 PM USDയിലാണ് വന്നേക്കുന്നത്. അത് USDയിൽ ഇപ്പോൾ ഇത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഡീറ്റെയിലിൽ വരുന്ന ഓപ്പൺ ഡീറ്റെയിൽ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ യൂഷ്വൽ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോൾ ആ യൂഷ്വൽ എഫക്റ്റിൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർകാസ്റ്റ് എത്രയാണെന്ന് നോക്കണം. ഈ ഒരു ന്യൂസിൻ്റെ ഫോർകാസ്റ്റ് 219 ഫോർകാസ്റ്റ് ആണ് 19. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ആക്ച്വൽ ഇതാണ്. ഇത് ന്യൂസ് വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ന്യൂസ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ടാബിൽ എന്തെങ്കിലും ഒരു റൈറ്റിങ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർകാസ്റ്റ് 219 ആണ് പറഞ്ഞത്, 219K. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്, ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി. ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ്. അപ്പോൾ ഈ 219Kന് താഴെ വന്നു കഴിഞ്ഞാൽ അത് കറൻസിക്ക് നല്ലതാണെന്നാണ് അർത്ഥം. കറൻസിക്ക് നല്ലത്. ഇപ്പോൾ നമുക്കിവിടെ വന്നേക്കുന്നത് 222K.
അപ്പോൾ അത് കറൻസിക്ക് മോശമായിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് കറൻസിക്ക് മോശമായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗോൾഡ് മുകളിലേക്ക് പോകും. കറൻസിക്ക് നല്ലതായിട്ടുള്ള ന്യൂസാണ് വന്നിരിക്കുന്നതെങ്കിൽ USDയുടെ കാര്യമാണ്, XAUUSDയിൽ ഗോൾഡ് നേരെ താഴേക്ക് വരും. മനസ്സിലായില്ലേ? അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോറക്സ് ഫാക്ടറിയിൽ ഒരു ന്യൂസ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ അടുത്തത് MyFXBook എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുന്നത്, myfxbook.com. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ പരിചയപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മാർക്കറ്റിൽ ഡെയിലി യൂസിന് വേണ്ടിയുള്ള 2 കാര്യങ്ങൾ ഇവിടെ പഠിക്കാം. അതിലാദ്യം തന്നെ നമുക്ക് ഒന്ന് FX കാൽക്കുലേറ്റർ കണ്ടോ, ഇവിടെ FX കാൽക്കുലേറ്റർ. ഇതിൽ myfxbook.com പോകുമ്പോൾ നമുക്ക് ഇവിടെ FX കാൽക്കുലേറ്റർ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടോ ഒരുപാട് കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഫോറക്സ് കാൽക്കുലേറ്റേഴ്സിൽ കറൻസി കൺവേർട്ടർ, പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ, പിപ്പ് കാൽക്കുലേറ്റർ, മാർജിൻ കാൽക്കുലേറ്റർ ഒരുപാട് കാണാം. ഇതിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിലാണ്. അതായത് നമ്മളിവിടെ നോക്കുന്നത് നമ്മളൊരു കറൻസി പെയർ എടുത്തു. ഇപ്പോൾ സപ്പോസ് EUR/USD എടുത്തു. അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് സൈസ് സപ്പോസ് $1000 ആണ്. നമ്മൾ റിസ്ക് വെക്കുന്ന എമൗണ്ട് നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് 1% ആയിരിക്കും റിസ്ക് വയ്ക്കുന്നത്. 1% ആണ് നമ്മൾ റിസ്ക് വയ്ക്കുന്ന എമൗണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എമൗണ്ട് അല്ലെങ്കിൽ പിപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് എമൗണ്ട് അല്ലെങ്കിൽ പിപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ലോസ് പിപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഇവിടെ നമ്മൾ 50 എന്ന് ടൈപ്പ് ചെയ്തു. ഒരു 50 പിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 50 പിപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ട്രേഡ് സൈസ് വെച്ചിട്ട് നമ്മൾ പൊസിഷൻ സൈസിങ് വന്നിരിക്കുന്നത് 0.02 ആണ് നമ്മളവിടെ പൊസിഷൻ സൈസ് ചെയ്യേണ്ടത്. 0.02 ആണ് നമ്മളവിടെ പൊസിഷൻ സൈസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ പൊസിഷൻ സൈസിങ് ചെയ്യാനുള്ളത് എത്ര ലോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര ലോട്ടാണ് നമ്മളിവിടെ പൊസിഷൻ സൈസ് ചെയ്യാനുള്ളതെന്ന് ഈ ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് മാനേജ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര പിപ്പ് താഴെ പോകുമ്പോൾ നമ്മൾ എത്ര ലോട്ടാണ് അവിടെ പഞ്ച് ചെയ്യുന്നുള്ളത്. നമുക്ക് അവിടെ ലോട്ട് എത്ര എടുക്കണം, ആ ഒരു ട്രേഡിൽ എത്ര ലോട്ട് എടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ട്രേഡിംഗ് പഠിക്കണം. പഠിച്ചതിന് ശേഷം നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എത്ര വെക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വരുന്ന തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ myfxbook.com നമുക്ക് അടുത്ത വരുന്ന കാര്യമാണ് കോറിലേഷൻ. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒരു കോറിലേഷൻ എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് വരും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സപ്പോസ് AUD/CAD ഓർഡർ എടുത്തു. AUD/CAD നമ്മൾ ഓർഡർ എടുത്തു. അതായത് ഓസ്ട്രേലിയൻ ഡോളറിനും കനഡിയൻ ഡോളറും ഈ ഒരു ഡോളറിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏതൊക്കെ കറൻസിയിൽ ട്രേഡ് എടുത്തുകൂടാ, ഏതൊക്കെ കറൻസിയിൽ ആ സെയിം ടൈം നമ്മൾ ട്രേഡ് എടുത്തുകൂടാന്ന് മനസ്സിലാക്കേണ്ട ഒരു വെബ്സൈറ്റാണ് ഫോറക്സ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൂള് ഫോറക്സ് കോറിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ പെയറിൽ നമുക്ക് ഒരു ട്രേഡ് ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ മറ്റൊരു ട്രേഡ് എടുത്തുകൂടാന്ന് നമ്മൾ പഠിക്കുന്നൊരു ടൂളാണ് ഈ ഒരു ഫോറക്സ് കോറിലേഷൻ. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ AUD/CAD ട്രേഡ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ AUD/JPY അതിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു AUD/CAD മൂവ്മെൻറ്റും AUD/JPY മൂവ്മെൻറ്റും 81% സെയിം ആയിരിക്കും. അപ്പോൾ ഇത് പ്രോഫിറ്റ് ഹിറ്റായാൽ ഇത് പ്രോഫിറ്റ് ഹിറ്റാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ലോസ് ഹിറ്റായാലും ഇത് ലോസ് ഹിറ്റാകാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? ഇത് കണ്ടോ, ഈ EUR/AUD മൈനസ് ആണ്, -91 എന്ന് പറയുമ്പോൾ ഈ AUD/CAD പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് പോകുന്നത്. അതായത് ഇതിൽ പ്രോഫിറ്റ് ഹിറ്റായാൽ ഇതിൽ ലോസ് ആയിരിക്കും ഹിറ്റാവുന്നത്, ഇതിൽ ലോസ് ഹിറ്റായാൽ ഇതിൽ പ്രോഫിറ്റ് ആയിരിക്കും ഹിറ്റാവുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു ഡിഫറൻസ്, ഈ ഒരു കോറിലേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കുമ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഒരു ട്രേഡ് ഇപ്പോൾ ആക്റ്റീവാണ്, അടുത്ത ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു എല്ലാ കറൻസി പെയറും എടുത്തിട്ട് ആ ഒരു കറൻസി പെയറുമായിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട്
30%, ഇവിടെ കണ്ടോ 30% 30% താഴെയോ അല്ലെങ്കിൽ -30%-ന് മുകളിലോ. അപ്പോൾ ഇങ്ങനെ 30%-നും -30%-നും ഇടയ്ക്ക് വരുന്ന കറൻസി പെയറിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു കറൻസി പെയർ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ റൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കറൻസി പെയർസിൻ്റെ വാല്യൂസ് എത്രയാണെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഏരിയയിൽ ബാക്കി കറൻസി പെയർസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന കറൻസി പെയർ GBP വേണം, അപ്പോൾ മാക്സിമം 10 പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ EUR/AUD മാറ്റിയിട്ട് GBP CHF കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് GBP CHF വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ വെബ്സൈറ്റിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോറക്സ് കോറിലേഷനും കാൽക്കുലേറ്ററും FX കാൽക്കുലേറ്ററും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് MyFX ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 വെബ്സൈറ്റിലൂടെ 3 കാര്യങ്ങളാണ് പഠിച്ചത്. forexfactory.com ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ന്യൂസ് അനലൈസ് ചെയ്യുക, മാർക്കറ്റ് ന്യൂസ് വരുമ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ഈ ഒരു ഓരോ കറൻസി പേഴ്സിന്റെ ന്യൂസ് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ forexfactory.com-നകത്ത് ഓരോ ന്യൂസ് വരുമ്പോഴും അത് അനലൈസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കിയതാണ് MyFX ബുക്ക്. ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഫോറക്സ് കറൻസി പെയർസിന്റെ കോറിലേഷൻ എങ്ങനെയൊക്കെയാണ്, ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. അതേപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ഫോറക്സിൽ കാൽക്കുലേറ്റർ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, FX കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റ് ആയിരുന്നാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നാലും ഒരുപാട് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു മേഖലയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യൂ, സദേൺ സ്റ്റോക്ക് അക്കാഡമിയെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തും.